എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ തൃശ്ശൂരാണുള്ളത്. അജയൻ ചാലിശ്ശേരിനെ കാണാനും അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാനാണ് വന്നിരിക്കുന്നത്. തിയേറ്ററുകളിൽ പ്രേക്ഷകരെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു സിനിമ ഇങ്ങനെ കുതിച്ചു പായാണ്. വേറൊന്നുമല്ല, മഞ്ഞുമൽ ബോയ്സ് ആണ് ആ സിനിമ. ഒരു സർവൈവൽ ത്രില്ലർ ആയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് വൻ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ആ സിനിമ കേരളത്തിന്റെ അതിർത്തിയും കടന്ന് തമിഴ്നാട്ടിലും വൻ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഉലകനായകൻ കമൽഹാസനൊക്കെ ഈ ടീമിനെ, മഞ്ഞുമൽ ബോയ്സ് ടീമിനെ നേരിട്ട് ക്ഷണിച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഇപ്പം ആ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ആർട്ട് വർക്കാണ്. അപ്പം അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ടുള്ള അജയൻ ചാലിശ്ശേരി, അജയേട്ടനെ കാണാനാണ് നമ്മളിപ്പോൾ തൃശ്ശൂർ വന്നിരിക്കുന്നത്. അജയേട്ടന്റെ വിശേഷങ്ങളും സിനിമാ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും ഒക്കെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്ക് അജയേട്ടനെ കാണാം. മഞ്ഞുമൽ ബോയ്സിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ടുള്ള അജയൻ ചാലിശ്ശേരിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം അജയേട്ടന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് ചോദിച്ചറിയാം. അജയേട്ടൻ ഓക്കെ അല്ലേ? പിന്നെ ഓക്കെ, വളരെ ഓക്കെ. ആദ്യം തന്നെ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഈ കലാരംഗത്തേക്ക് ആർട്ട് ഡയറക്ടറായും ഇപ്പം പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ടും ഒക്കെ അജയേട്ടൻ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞാന് ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ ചെറുപ്പം മുതൽ ഈ ഇതിൽ തന്നെയാണ്, ഈ ബോർഡ് എഴുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ്. കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഫൈൻ ആർട്സിലൊന്ന്, തൃശ്ശൂർ ഫൈൻ ആർട്സിലൊന്ന് ചേർന്നു. അപ്പോൾ അവിടെയുള്ള കൂട്ടുകെട്ടാണ് ശരിക്കും നമ്മൾ സിനിമയിലേക്ക് ഇങ്ങനെ ആയി വന്നത്. എൻ്റെ ഒരു സീനിയറും ആളുടെ സുഹൃത്തും കൂടിയിട്ടൊരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ ഞങ്ങളൊക്കെ തന്നെയായിരുന്നു ആർട്ട് വർക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അതിൽ. അപ്പം ഞാനും അസിസ്റ്റൻ്റായി. അതായത് നമ്മൾ എല്ലാവരും ടീമായിട്ട് ചെയ്യുന്ന പഠിക്കുന്ന സമയത്ത് തന്നെ പഠിപ്പ് എൻ്റെ അവസാന ഘട്ടങ്ങളിലാണ്. അപ്പം നമ്മളെല്ലാവരും ടീമായിട്ട് ചെയ്തു. അതിൽ ബോർഡ് എഴുതാനും, അപ്പം എനിക്കറിയാം ബോർഡ് എഴുതാൻ, വരയ്ക്കുക, പിടിക്കുക, അല്ലെങ്കിൽ ഡള്ള് ചെയ്യുക, ചുമരൊക്കെ കറക്റ്റ് ചെയ്യുക, പൂപ്പൽ വരുത്തുക, അതൊക്കെ നമുക്കൊക്കെ അറിയുന്നതല്ലേ. അപ്പം ഞാൻ പിന്നെ എൻ്റെ ഇപ്പോൾ ക്ലാസ്മേറ്റുകളായിട്ടുള്ള ഗോകുൽദാസ്, പിന്നെ പ്രേംജിയേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരാളാണ്, തൃശ്ശൂർ ആർട്ടിസ്റ്റാണ്. അപ്പം ഞാനും ഗോകുൽദാസൊക്കെ അസിസ്റ്റൻ്റാണ് ആണല്ലോ. അപ്പം ബോർഡ് എഴുത്തും പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അത് കഴിഞ്ഞതിന് ശേഷം ആ സിനിമ കഴിഞ്ഞു. കുട്ടപ്പൻ സാക്ഷി എന്ന് പറഞ്ഞ സിനിമയുടെ പേര്. അത് പവിത്രൻ സാറൊക്കെ സംവിധാനം ചെയ്തൊരു വളരെ മുന്നേ ഉള്ളൊരിതാണ്, നമുക്ക് ചെറുപ്പ കാലഘട്ടം. അത് ആ സിനിമയ്ക്ക് ശേഷം, അത് സിനിമ വർക്ക് ചെയ്ത് കഴിഞ്ഞ് പവിത്രൻ സാറാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെ ഈ സിനിമ അങ്ങനെ നമുക്ക് ഇടയ്ക്കൊക്കെ പോയി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ വർക്കുകൾ ഉണ്ടാവില്ല ചെറുതായിട്ട്. ആ സിനിമ കഴിഞ്ഞോട് കൂടി പിന്നെ ഗോകുൽദാസ് കുറച്ചും കൂടി സിനിമയിലേക്ക് പോകണം എന്നുള്ളതിൽ നിന്നു. ഡയറക്ടറായിട്ട് അതിന് ക്ലാസ്മേറ്റ് ആണ്. അപ്പൊ ആളാണ് ശരിക്കും ഇങ്ങനെ വേറൊരു സിനിമയ്ക്ക് പോയി അതിൽ ജോയിൻ ചെയ്തു. അപ്പൊ എന്നെ വിളിച്ചു. എനിക്ക് ചാലിശ്ശേരിയിൽ തുളസി എന്ന് പറഞ്ഞ സ്ഥാപനം പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നു. എന്നെ ഒരു ബാലമാഷുണ്ട്, ഇതൊക്കെ ആയിട്ട് നടക്കുന്നു. ആ ടൈമിലാണ് ആളുടെ ഒപ്പം പോകുന്നത്. അങ്ങനെ പോയി നമ്മൾ രണ്ടാളും വർക്ക് ചെയ്ത്, അസോസിയേറ്റ് ആയി വർക്ക് ചെയ്ത്. നമുക്ക് അത്ര പരിചയമൊന്നുമില്ല. പക്ഷെ ആ സിനിമ അതിൽ ഞങ്ങൾ കൂടുതലായിട്ട് സിനിമയിലേക്ക് വരികയാണ് ചെയ്ത്. അങ്ങനെ സായാഹ്നം എന്ന് പറഞ്ഞൊരു സിനിമയാണ് ചെയ്ത്. ഗോകുൽദാസ് ആദ്യമായിട്ട്. ഞാൻ പടത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അത് നല്ല കടുത്ത പണിയായിരുന്നു ആ പടത്തിന്. ഞങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടായിരുന്നില്ല, പക്ഷെ അത്ര ഉറക്കമുണ്ടായിരുന്നില്ല, വന്നു കഴിഞ്ഞാൽ റൂമുണ്ടായിരുന്നില്ല. അങ്ങനെ ആ സമയത്തൊക്കെ നമ്മൾ വർക്കിലായിരിക്കും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു വർക്കാണ്. പലപ്പോഴും അത് നിർത്തി പോകണമെന്നടക്കം ചിന്തിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്കിത് കുറേ സിനിമയുടെ ഓരോ പ്രോബ്ലങ്ങളും ഡയറക്ടറും അങ്ങനെയൊക്കെ ഇതായിട്ട് കുറേ ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് പിന്നെ ഇത് അവസാനിപ്പിക്കുക എന്നുള്ളത് ആ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ സിനിമയ്ക്കായിരുന്നു മികച്ച കലാസംവിധാനത്തിനുള്ള അവാർഡ് നേടിയത് ആ സിനിമയായിരുന്നു. അതാണ് അതിന്റെ സന്തോഷം ഉണ്ടായത്. നമ്മൾ അത്ര ഹാർഡ് വർക്കായി ഇതായി ചെയ്തു, ഉറക്കം ഉണ്ടായില്ല. അത്രയും ദിവസം നമ്മൾ തന്നെ പെയിന്റ് അടിക്കണം, നമ്മൾ തന്നെ പ്രോപ്പർട്ടി വാങ്ങി വെക്കണം. അപ്പോൾ അങ്ങനെ ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് നമ്മൾ അത് അവാർഡ് കിട്ടിയപ്പോൾ അതിന്റെ ഭയങ്കര ആവേശമായി. അങ്ങനെ അവാർഡ് കിട്ടിയപ്പോൾ ഗോകുൽദാസ് എന്ത് ചെയ്തു, തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് അവൻ കൂടുതൽ പഠിക്കാൻ വേണ്ടി അവിടേക്ക് പോയി. ഞാനിവിടെ നാട്ടിലത്തെ പരിപാടിയൊക്കെ ആയിട്ട് മലയാളം അല്ല, എനിക്ക് നാട്ടിലെ ബോർഡ് എഴുത്തും അത് സ്ഥിരമുള്ളതാണ്. അപ്പൊ അവിടേക്ക് ഞാൻ തിരിച്ചുപോയി. പിന്നെ ഗൂഗിളിന് ഇടയ്ക്ക് വർക്ക്
അതായത് ചില വർക്കുകളൊക്കെ അവന്റെ ഫ്രണ്ട്ഷിപ്പ് ഇതിന്റെ ഒക്കെ ഇതിലുള്ള ചെന്നൈ ടീം തന്നെ ഇവിടെ വരികയാണെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യും. അതായത് അതിൽ എഴുതാനും ബോർഡിനൊക്കെ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട്, ചെന്നാൽ മതി എന്ന്. അങ്ങനെയാണ് ഞാൻ അവരുടെ ഒപ്പം ചേരുന്നത്. മാജിക് എന്നൊക്കെ ഒരു സിനിമ ഉണ്ട്, അതിലൊക്കെയാണ് ഞാൻ അവരുടെ ഒപ്പം ചേർന്ന് വരുന്നത്. പിന്നെ അതില് ഇത്തരം വർക്കുകളിലൊക്കെ നമ്മൾ ഈ ബോർഡ് എഴുതാണ്ടാവും. സ്ഥിരമായിട്ട് സിനിമകളിൽ തെരുവൊക്കെ സെറ്റ് ചെയ്യുമ്പോഴോ അതിൽ ബോർഡ് എഴുത്ത് കാര്യങ്ങൾ ഒരുപാട് വർക്കുകൾ ഉണ്ടാവും, ഒരു ആർട്ടിസ്റ്റ് വർക്കുകൾ. അപ്പൊ ഇവരുടെയൊക്കെ പിന്നെ ഒരു ആഗ്രഹമായിരുന്നു, ഞാൻ ഇങ്ങനെ കുറെ കാലം ഇങ്ങനെ ബോർഡ് എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവരുടെ ഒക്കെ ആഗ്രഹമായിരുന്നു എന്നെ ഇങ്ങനെ വിട്ടാൽ പോരാ, ഞാനൊരു ആർട്ട് ഡയറക്ടറാക്കി മാറ്റണമെന്ന് ഇവരുടെയൊക്കെ സ്ഥിരമായ ഒരു ആഗ്രഹമായിരുന്നു. സുനിൽ ബാബു, എൻ്റെ മരിച്ചുപോയ എൻ്റെ പ്രിയ ബോസ്, മനു ജഗത്, ഗോകുൽദാസ്, ഇവരൊക്കെ സ്ഥിരം പറയുന്നത് അജനെ നമുക്ക് അങ്ങനെ വിട്ടാൻ പറ്റില്ല. പക്ഷെ ഞാനാണ് എനിക്ക് ഈ തിരക്ക് ഇതൊന്നും തീരെ ഇഷ്ടമില്ലാത്ത ആളാണ്. എനിക്ക് അത് ഭയങ്കരമായ പേടിയായിരുന്നു. ഒരു ബോർഡ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളത് ഇരുന്ന് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകുക, അത്രയും നമ്മളെ മനസ്സിലുള്ളൂ. അല്ലാതെ നമുക്ക് ആർട്ട് ഡയറക്ടറായി മാറണോ യാതൊരു ചിന്തകളും ഇല്ല. അങ്ങനെയാണ് പിന്നെ സിനിമയിൽ കുറച്ചും കൂടി ഇതായി. പിന്നെ ഒരു സിനിമ നമ്മുടെ തലയ്ക്ക് വെക്കുകയെന്ന് ശരിക്കും വേണമെങ്കിൽ പറയാം. അത് അജയൻ പോയി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഗോകുൽദാസ് ഒരു പടത്തിന് വിളിക്കുക. അത് തന്നെ വരയ്ക്കാനാണ് വിളിക്കുന്നത്. വരയ്ക്കാൻ വിളിക്കുമ്പോൾ ഞാൻ ചെല്ലും. മറ്റേ സ്റ്റോറി ബോർഡൊക്കെ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. നമുക്ക് ഭയങ്കര സൈലന്റ് ആയിട്ട് ചെയ്യുന്ന പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത്. അത് പിന്നെ അങ്ങനെയാണ് നമ്മൾ പോയിട്ട് ഫസ്റ്റ് ആയിട്ട് നമ്മളൊരു പ്രൊഡ്യൂസറിനെയാണ് മീറ്റ് ചെയ്ത്. രജപുത്ര രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രഞ്ജിത്തേട്ടനാണ് മീറ്റ് ചെയ്തത്. നമ്മൾ ഇവിടെ വെച്ചിട്ട്, അതായത് തിരുവനന്തപുരത്തേക്ക് ഞാൻ ഇവിടുന്ന് വണ്ടി കയറി, തൃശ്ശൂരിൽ നിന്ന് വണ്ടി കയറി ട്രെയിനിൽ പോയി അവരെ കണ്ടു. അവർ പറഞ്ഞാൽ അജയ നമുക്ക് തുടങ്ങില്ലേ എന്ന് പറഞ്ഞിട്ട് അവർ അത്ര പ്ലാൻഡ് ആയിട്ട് ഇരിക്കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായതില്ല അതായത് ഇതിന്റെ സീരിയസ് മനസ്സിലായി. അതായത് പിന്നെ ഡയറക്ടറിനെ കാണാൻ പോയപ്പോ ഡയറക്ടർ എനിക്ക് തിരക്കഥ കൈ തരാണ്. ഇനി അതൊരു 12 ദിവസം കൂടിയുള്ളൂ സിനിമ. അതായത് അതിന്റെ ഒരാൾ മാറിപ്പോയതോ അങ്ങനെ എന്തോ ഒരു പ്രശ്നം കാരനാണ് പെട്ടെന്ന് ഇത് മാറിയത്. അത് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു. അതാണ് ആ തുടക്കം സിനിമ. ആ സിനിമ ചെയ്ത് അവസാനിച്ചിട്ടില്ല. അത് ഒരുപാട് സ്വതന്ത്രമായി ചെയ്യണത് ആ സിനിമ തന്നെ, ലെഫ്റ്റ്. അങ്ങനെയാണ് നമ്മുടെ സിനിമ ഇതിലേക്കുള്ള എൻട്രി. അതാണ് ശരിക്കും. അതോടുകൂടിയിട്ടാണ് പിന്നെ സിനിമയില് സജീവം. തിരിഞ്ഞു നോക്കേണ്ടതല്ല, നമ്മള് ഒരു സിനിമ ചെയ്ത് കഴിയുന്നതിന് മുന്നേ തന്നെ എന്നെ അടുത്ത വർക്കിലേക്ക് എന്റെ സിനിമ കഴിഞ്ഞിട്ടില്ല, ശരിക്കും ഫസ്റ്റ് പടം കഴിഞ്ഞിട്ടില്ല. അപ്പോ ആ സിനിമ കഴിയുന്നതിന് മുന്നേ അവസാനത്തെ ഷെഡ്യൂളിലാണ് രഞ്ജിതേട്ടനാണ് പറയണത്, ആഷിഖ് അബു നെക്സ്റ്റ് പടം ചെയ്യുന്നുണ്ട്, അതിൽ ആരാ ആർട്ട് ഡയറക്ടർ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല സത്യത്തില്, അത് അജയനാണ് അതിന്റെ ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പോലും അറിയാതെ അവര് അതൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് രഞ്ജിത്തേട്ടൻ പറഞ്ഞു, ആഷിഖോട് പറഞ്ഞു, അല്ല നിങ്ങൾ ഏത് ടെക്നീഷ്യനെ വേണമെങ്കിൽ വെച്ചോ, പക്ഷെ ആർട്ട് ഡയറക്ടറിനെ ഞാൻ നിങ്ങൾക്ക് തരാം, പുതിയൊരു പയ്യനാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതില്. അപ്പൊ ഞാൻ പറഞ്ഞു അത് അല്ല ഞാനത് ഇടുക്കി ഗോൾഡിന്. അപ്പൊ ഇടുക്കി ഗോൾഡിനാണ് വേണ്ടിയിട്ട്. അങ്ങനെ ആഷിഖ് അബുവിനെ കണ്ട് സംസാരിച്ച് അങ്ങനെ ഓക്കെ ചെയ്തിട്ടാണ് ഇതായത്. ഞാൻ വിചാരിച്ചു എന്നെ പറ്റി കൂടുതൽ ആരൊപ്പം വർക്ക് ചെയ്ത് അതൊക്കെ ചോദിക്കും. നമുക്ക് തുടങ്ങാലേ എന്നുള്ള ഒരു ഇതിലാണ് ആള് പറഞ്ഞത്. അത് നമുക്ക് തുടങ്ങാലേ എന്ന് പറഞ്ഞു. പിന്നെ നമ്മള് അന്ന് തുടങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ പടം. പിന്നെ ആളുടെ തന്നെ ഗാങ്സ്റ്റർ ചെയ്തു, പിന്നെ റാണി ബൽപ്പനി ചെയ്തു. അപ്പോൾ പിന്നെ അതങ്ങനെ അത് ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുകളുള്ള ഒരു ടീമുകളായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ സിനിമാ ജീവിതത്തിൽ അങ്ങനെ പോയി ഇപ്പം എന്താ പറയാ റെക്കോർഡ് നേട്ടങ്ങൾ കൈവരിച്ച മഞ്ഞമ്മൽ ബോയ്സിൽ എത്തിയിരിക്കും. ഇതിപ്പോ എല്ലാരും ചോദിച്ച് അജയേട്ടൻ തന്നെ പറഞ്ഞു ഒരു വിധത്തിലായിട്ടുണ്ടാവും. എന്നാലും കൈരളിന്റെ പ്രേക്ഷകർക്ക് അജയേട്ടൻ പറഞ്ഞിട്ട് തന്നെ അത് കേൾക്കാൻ ഒരു താല്പര്യം ഉണ്ടാവും. മഞ്ഞമ്മൽ ബോയ്സിലേക്ക് എത്തുന്നത് പിന്നെ ഈ ഒരു യുവാക്കളുടെ ഒരു ടീമാണല്ലോ, അത് ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമാ അനുഭവമാണ് പ്രേക്ഷകർക്കും തരുന്നത്. അപ്പം ആ സെറ്റില് പ്രവർത്തിച്ച സമയത്ത് ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ ആ സിനിമ കണ്ടപ്പോ നമ്മളിങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന ഒരുപാട് രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ കേവ്സ് ഒക്കെ ശരിക്കും ആർട്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റൂല. അത്രയ്ക്കും അടിപൊളി, ഒരു രക്ഷയില്ല, ശരിക്കും ഒറിജിനൽ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ആരാണ് ഈ പരിപാടി ചെയ്തത് എന്ന് അറിയുന്നത്. അപ്പൊ അങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് തന്നെ ആ ഒരു
കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞ? ഇതിപ്പോ എന്നെ ഞാന് സൗബിൻ ആണ് എൻ്റെ പ്രൊഡ്യൂസർ, സൗബിൻ ഷോൺ, പിന്നെ സൗബിന്റെ ഫാദർ, സൗബിന്റെ ഉപ്പയാണ് പിന്നെ ഉള്ളത് ബാബുഷ് ഷാഹിർ. ശരി. അങ്ങനെ ഈ മൂന്നാള്. അപ്പൊ ഷോണും സൗബിനും കൂടിയിട്ടാണ് ആ സിനിമയ്ക്ക് വിളിക്കുന്നത്. പക്ഷെ ഞാൻ പറവയിലൊക്കെ അത്രയും പരിചയമുള്ള ആളുകളാണ്, നമ്മളെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ. ഇങ്ങനെ ഒരു സിനിമയ്ക്ക് നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യണം, അങ്ങനെ ഇതിങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നമുക്ക് അതിലൊന്ന് എപ്പോഴും കൊച്ചി വരുമ്പോൾ ഒന്ന് കാണണം നോക്കുമ്പോൾ ഒരു കുഴിയും പിന്നെ ഗുഹയും ഇതൊക്കെ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. എന്താ കുഴി ഇതൊക്കെ ഞാൻ വേറെ പടത്തിൽ നിന്നാണ്. അപ്പോൾ വരുമ്പോൾ നമുക്ക് പറയാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് അറിയുന്നത് ഗുണ കേവിന്റെ പരിപാടിയാണെന്ന് അറിയുന്നത്. അല്ലാതെ നമ്മൾ അത് അറിയില്ല. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഗുഹ ഒക്കെ സെറ്റ് തപ്പിപ്പിടിക്കണം, കുറച്ച് പരിപാടികൾ ഉള്ളതാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഗുഹ അല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്തായാലും വർക്ക് ഇതില്ല. അപ്പൊ ഞാൻ പോയി കണ്ടപ്പോൾ പിന്നെയാണ് നമുക്ക് ഗുണ കേവിന്റെ പരിപാടിയാണെന്ന് അറിയുന്നത്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഞാൻ ഗുണ കേവ് അല്ല ഗുണ സിനിമ ഞാൻ എത്ര വർഷങ്ങൾക്ക് മുന്നേ കണ്ടതാ. പിന്നെ ഇതിനെപ്പറ്റി നമ്മള് ലൊക്കേഷൻ കാണാൻ പോവാണ്. അപ്പൊ അവിടെ അത് ബാൻ ചെയ്ത സ്ഥലം, അത് നമുക്ക് ഇറങ്ങാൻ പാടില്ല. ഒരു 16 കൊല്ലം 17 കൊല്ലമായിട്ട് തോന്നുന്നു അത് അടച്ചു കിടക്കുക. അതിൽ ഒരുപാട് ആളുകൾ ഈ കുഴിയിലൊക്കെ വീണ്ടും അപകടങ്ങൾ നിരന്തരം സംഭവിക്കുന്നത് കാരണം അത് ഒരുപാട് പ്രശ്നങ്ങളില്ല. അപ്പൊ അത് കാരണം അത് അടച്ചിട്ടു. സ്ഥിരം ഈ ഫോറസ്റ്റിനൊക്കെ ഭയങ്കര കംപ്ലൈന്റ് ആയ കാരണം ആളുകൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഇതിനെ. അപ്പോൾ അത് മൊത്തം ബാൻ ചെയ്ത് വരും. അപ്പോഴാണ് നമ്മളിത് ഈ ഗുണ കേവ് തന്നെ നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു ഗുണ കേവിൽ ഇതേ നമ്മൾ ഈ സിനിമയിലെ ഗുണ കേവാന്നൊക്കെയുള്ള അത്ഭുതത്തോടു കൂടി ഗുണ കേവ് നിങ്ങളെന്തിനും ഗുണ കേവിൽ പോകണം. അപ്പൊ ഞങ്ങൾ അതിന്റെ നമുക്ക് അത് കാണണം, നമുക്ക് ഷൂട്ടിനല്ലെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്തെന്നാൽ ഒരു 30 ദിവസത്തോളം നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ ഇതൊക്കെ കൂടിയിട്ട് മൊത്തത്തിൽ.